ഹായ് കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അവറോൺ കോട്ടയം റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിൻ്റെ 500ാമത് വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ബ്ലസൻ എബ്രഹാം. ഇന്ന് നമ്മൾ കാണുവാൻ പോകുന്നത് കോട്ടയം ജില്ലയിലുള്ള കുറുപ്പന്തറ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് നമ്മളിന്നൊരു പ്രോപ്പർട്ടി കാണുവാനായിട്ട് പോകുന്നത്. അതിനു മുമ്പായിട്ട് ഞാൻ എന്നും പറയുന്ന പോലെ, എപ്പോഴും പറയുന്ന പോലെ, അവറോൺ കോട്ടയം റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്. അതോടൊപ്പം തന്നെ പ്രോപ്പർട്ടി വിൽക്കുവാനും വാങ്ങുവാനുള്ളവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നമ്മളുമായി ബന്ധപ്പെടാവുന്നതാണ്. ഇതാ നമ്മൾ നമ്മുടെ മനോഹരമായ പ്രോപ്പർട്ടിയുടെ മുന്നിലായിട്ട് എത്തിയിരിക്കുകയാണ്. 9.5 സെൻറ്റിൽ 2500 സ്ക്വയർ ഫീറ്റ് 4 ബെഡ്റൂമുകളുള്ള മനോഹരമായ ഒരു വീടാണ്. കോമ്പൗണ്ട് വാളൊക്കെ കെട്ടി ഗേറ്റൊക്കെ വെച്ച് നൽകിയിരിക്കുന്ന മനോഹരമായ ഒരു വീട് തന്നെയാണ്. ഫ്രണ്ടിൽ വഴിയും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഹൈവേയിലേക്ക് വെറും മീറ്ററുകൾ മാത്രമേ ദൂരമുള്ളൂ. ഫ്ലോട്ടുകളായിട്ട് തിരിച്ച് വീട് വയ്ക്കുന്ന ഏരിയയിലാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി. അതും റോഡിനോട് വളരെ അടുത്ത് നിൽക്കുന്ന പ്രോപ്പർട്ടിയാണ്. ഞാൻ പറഞ്ഞല്ലോ, ബസ് സ്റ്റോപ്പിലേക്ക് വെറും 450 മീറ്റർ മാത്രമാണ് ദൂരം. ഈ ബസ് സ്റ്റോപ്പ് എന്ന് പറയുന്നത് എറണാകുളം കൊച്ചിയൊക്കെ പോകുന്ന മെയിൻ റോഡാണ്. ഏറ്റുമാനൂർ, കടുത്തുരുത്തി, കുറുപ്പന്തറ കടുത്തുരുത്തി വഴി നേരെ തലയോലപ്പുറം വഴി നമ്മൾ നേരത്തെ പോയിക്കൊണ്ടിരുന്ന ആ റോഡാണ്. നേരെ ചെല്ലുന്നത് എറണാകുളത്താണ്. വൈക്കത്തിനൊക്കെ പോകാം. അങ്ങനെ ആ മെയിൻ റോഡിൽ നിന്ന് വെറും 450 മീറ്റർ മാത്രമേ ദൂരമുള്ളൂ. 1.5 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ കുറുപ്പന്തറ ജംഗ്ഷനിലോട്ടുള്ള ദൂരം. പ്രധാന ടൗണുകളിലൊന്നാണ് കുറുപ്പന്തറ. മാർക്കറ്റും കാര്യങ്ങളും എല്ലാം തന്നെയുണ്ട്. നമ്മുടെ വീടിൻ്റെ മുറ്റവും പരിസരവും എല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ധാരാളം മുറ്റവും അതോടൊപ്പം തന്നെ നല്ല രീതിയിൽ ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ ചെയ്ത് മനോഹരമാക്കിയിട്ടിരിക്കുന്ന ഒരു മുറ്റം തന്നെയാണ്. തറയോടുകളൊക്കെ പതിപ്പിച്ച് ആർട്ടിഫിഷ്യൽ ഗ്രാസുകളൊക്കെ നൽകി നല്ല മനോഹരമായ ഗേറ്റുകളൊക്കെ നൽകി അതിൻ്റെ സൈഡിലൊക്കെ ചെടികളൊക്കെ വെച്ച് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടിരിക്കുന്ന ഒരു വീടാണ്. പുതിയ വീടാണ്, ആരും താമസിക്കാത്ത വീടാണ്. ഇരുനില വീടാണ്. 4 ബെഡ്റൂമുകളുണ്ട്. 3 കിലോമീറ്റർ മാത്രമാണ് കടുത്തുരുത്തി ടൗണിലോട്ടുള്ള ദൂരം. ഈ കടുത്തുരുത്തി ടൗണിനും കുറുപ്പന്തറ ടൗണിനും കൂടെ ഏകദേശം മധ്യഭാഗത്തായിട്ട് വരും. ഇതാണ് ഇതിനകത്ത് നല്ല മനോഹരമായ ഒരു വലിയ കിണർ. സാധാരണ ഉള്ള കിണറിനേക്കാളും വലിപ്പമുള്ള ഒരു കിണർ തന്നെയാണ് ആ വീട് നൽകിയിരിക്കുന്നത്. നമ്മൾ വീടിൻ്റെ ബാക്ക് വശത്തായിട്ട് നമ്മളിപ്പോൾ എത്തിയിരിക്കുകയാണ്. ചെറിയ ചെറിയ ചെടികളൊക്കെ നൽകിയിട്ടുണ്ട്. ബഡ് പ്ലാവും ഒക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഇവിടുന്ന് ഈ ഒരു പ്രോപ്പർട്ടിയിൽ നിന്ന് നമുക്ക് എറണാകുളം വൈറ്റില എന്ന് പറയുന്ന സ്ഥലത്തേക്ക് വെറും 38 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ. പുറയിലായിട്ട് നമുക്കൊരു അലക്കുകല്ലും പൈപ്പ് കണക്ഷനും ഒക്കെ നൽകിയിട്ടുണ്ട്. അവിടെ നല്ല രീതിയിൽ തന്നെ മനോഹരമായിട്ടുണ്ട്. ഗ്യാസ് കണക്ഷനും ഒക്കെ നൽകിയിട്ടുണ്ട്. അടുക്കളയുടെ ഭാഗമാണിത്. അടുക്കള കിച്ചൺ, സെക്കൻഡ് കിച്ചണിൽ നിന്ന് ഇറങ്ങുന്ന ആ ഡോറും ഭാഗങ്ങളും ഒക്കെ നൽകിയിട്ടുണ്ടല്ലോ. ഇതാ ഇവിടെ സിലിണ്ടർ വെക്കാനായിട്ടൊരു ജാലിയൊക്കെ നൽകിയിട്ടുണ്ട്. ലോക്ക് ചെയ്ത് നമുക്ക് വെക്കാൻ പറ്റും. പുറത്താണ് സിലിണ്ടർ വയ്ക്കുന്നത്. വീടിൻ്റെ പണികളൊക്കെ കഴിഞ്ഞതേ ഉള്ളൂ. അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ചെറിയ സാധനങ്ങളൊക്കെ ഇപ്പോഴും അവിടെയൊക്കെ ഇരിപ്പുണ്ട്. ഇതിൻ്റെ സൈഡിലൊക്കെ നമുക്ക് ചെടികളൊക്കെ വെക്കാൻ വേണ്ട, പച്ചക്കറികളൊക്കെ നടാം. അത്യാവശ്യം ജൈവ കൃഷികളൊക്കെ ചെയ്യുന്നവർക്ക് പറ്റിയൊരു വീട് തന്നെയാണ്. 9.5 സെൻറ്റ് സ്ഥലമുണ്ട്. നമ്മുടെ കോട്ടയം ടൗണിലേക്ക് 25 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ. നല്ല റോഡാണ്. ഏറ്റുമാനൂരൊക്കെ കഴിഞ്ഞ് ഏറ്റുമാനൂരിലേക്ക് ഏകദേശം ഒരു 12 കിലോമീറ്റർ ദൂരം കൂടുതൽ വരുന്നില്ല. ഇവിടുന്ന് ഏറ്റുമാനൂരിൽ നിന്ന് പിന്നെ കോട്ടയത്തേക്കും സെയിം ദൂരം തന്നെയാണ്. അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇതൊക്കെ ഞാൻ നോക്കിയില്ല. വീടിൻ്റെ ആ ഒരു ഫ്രണ്ട് വ്യൂവിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. ഗ്ലാസ് പാനലൊക്കെ നൽകി വെള്ളമൊന്നും ഒട്ടും നമ്മുടെ സിറ്റൗട്ടിലോട്ട് വീഴാത്ത രീതിയിലുള്ള വർക്കുകളാണ് ചെയ്തിരിക്കുന്നത്. മുകളിൽ ചെയ്തിരിക്കുന്ന ഗ്ലാസ്സുകൾ, ഇട്ടിരിക്കുന്ന പാനൽ ഗ്ലാസ്സുകളെല്ലാം തന്നെ ടെമ്പേർഡ് ഗ്ലാസ്സാണ്. നമ്മുടെ ഈ വീടിൻ്റെ ആ ഒരു സിറ്റൗട്ടിലാണ് നല്ല മനോഹരമായ വ്യത്യസ്തമായ ഒരു ഗ്രാനൈറ്റാണ് നൽകിയിരിക്കുന്നത്. നമുക്ക് മെയിൻ ഡോറാണ്. നല്ല രീതിയിൽ തന്നെ തേക്കിൻ തടിയിൽ നിർമ്മിച്ചിരിക്കുന്ന നന്നായി തന്നെ കൊത്തുപണികളൊക്കെ ചെയ്ത് ഡബിൾ പാളി ഡോറാണ്. തുറന്നു വരുമ്പോൾ തന്നെ നല്ല വിശാലമായ ഒരു ലിവിങ് ഏരിയ ഡൈനിങ് ഏരിയ സെപ്പറേറ്റ് ആയിട്ട് നല്ല രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്ന ആ ഒരു ലിവിങ് ഏരിയ നമുക്ക് കാണാം. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എങ്ങും കാണാത്ത ഒരു റൂഫ് വർക്കാണ് അവിടെ നൽകിയിരിക്കുന്നത്. നല്ല ജിപ്സം ബോർഡിൽ ചെയ്തിരിക്കുന്ന നല്ലൊരു വ്യത്യസ്തമായ ഒരു വർക്കാണ് അവിടെ നൽകിയിരിക്കുന്നത്. ധാരാളം വുഡ് പാനലൊക്കെ നൽകി ധൂപക്കൂടും അതുപോലെയുള്ള എല്ലാവിധ ആവശ്യങ്ങളും ആ ലിവിങ് ഏരിയയിലൊക്കെ നൽകി
നല്ല LED ലൈറ്റുകളൊക്കെ നൽകി നല്ല റൂമിന് നല്ല വെളിച്ചം വരുന്ന രീതിയിലുള്ള സെറ്റിങ്സാണ് ചെയ്തിരിക്കുന്നത്. വോളയിലൊക്കെ അത്യാവശ്യം ഡെക്കറേഷനൊക്കെ ചെയ്യാവുന്ന രീതിയിലാണ്. ഇവിടെ എന്ന് പറയുന്നത് നമുക്ക് ബാൽക്കണിയിൽ നല്ലൊരു സ്പേസ് ഇവിടെ വരുന്നുണ്ട്. അതുകൂടാതെ നമുക്ക് ഇവിടെ ഒരു ഫാമിലി ലിവിങ് ഏരിയയും കൊടുത്തിട്ടുണ്ട്. അവിടെ TVയും കാര്യങ്ങളൊക്കെ കൊടുക്കുവാനായിട്ടുള്ള ഒരു ഏരിയ അവിടെ നൽകിയിട്ടുണ്ട്. അവിടെയും ജിപ്സം വർക്കുകളൊക്കെ മനോഹരമായി തന്നെ വ്യത്യസ്തമായ രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് TV കൊടുക്കാനുള്ള യൂണിറ്റ് കൊടുത്തിരിക്കുന്നത്. അപ്പം മെയിൻ ഗസ്റ്റൊക്കെ വരുമ്പം കൊടുക്കാനുള്ള ലിവിങ് ഏരിയയിൽ നിന്ന് വ്യത്യസ്തമായി തന്നെ കുട്ടികൾക്കൊക്കെ TV ഒക്കെ കണ്ടിരിക്കുന്നവർക്ക് പെട്ടെന്ന് ഗസ്റ്റൊക്കെ വരുവാണെങ്കിൽ മാറേണ്ട ആവശ്യമില്ല. അവർക്ക് ഫാമിലി ആയിട്ടിരുന്ന് കാണാൻ പറ്റുന്ന അല്ലെങ്കിൽ ഫാമിലി ലിവിങ് ഏരിയയും ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ സ്റ്റെയർ കേസ് ഇവിടെയായിട്ട് നമ്മൾ കയറി വരുമ്പോൾ തന്നെ അവിടെ ഒരു ബെഡ്റൂമാണ്. ഇവിടെ സ്റ്റെയർ കേസിൻ്റെ അടിയിലായിട്ട് ഒരു ചെറിയ ഡെക്കറേഷൻ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഡൈനിങ് ഏരിയ. അവിടെ ഒരു പാർട്ടീഷനൊക്കെ നൽകി വളരെ മനോഹരമാക്കിയിട്ടുണ്ട്. ഇവിടെയും നന്നായി തന്നെ ജിപ്സം വർക്ക് നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. വോളിലൊക്കെ ആണെങ്കിലും സെപ്പറേറ്റ് കളറൊക്കെ കൊടുത്ത് ഇതാ ഞാൻ പറഞ്ഞ ആ ഒരു സെപ്പറേറ്റ് ഒരു നല്ല ചിപ്സൊക്കെ ഇട്ട് നല്ല രീതിയിൽ തന്നെ അവിടെ ഒരു വർക്ക് നൽകിയിട്ടുണ്ട്. അത് ആ റൂമിനും ആ ഒരു ഡൈനിങ്ങിനും വളരെ അറ്റാച്ച് ചെയ്യുന്ന രീതിയിലാണ് ആ ഒരു വർക്ക് അവിടെ ചെയ്തിരിക്കുന്നത്. മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കിച്ചൺ അതൊരു ഓപ്പൺ കിച്ചണാണ് നൽകിയിരിക്കുന്നത്. ഇപ്പോൾ എവിടെയും കാണുന്ന ഒരു സിസ്റ്റമാണ്, എല്ലായിടത്തും കാണുന്ന ഒരു സിസ്റ്റമാണ് ഓപ്പൺ കിച്ചൺ. ആ ഒരു മെത്തേഡാണ് ഇവിടെയും ഫോളോ ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സ്റ്റെയർ കേസിൻ്റെ അവിടുത്തെ ആ ഒരു സ്റ്റീൽ വർക്കും ആ ഒരു മെയിൻ എൻട്രൻസും എല്ലാം ഇവിടെ നോക്കിയാൽ കാണുവാനായിട്ട് കഴിയും. ഇതാണ് നമ്മുടെ വിശാലമായ ഫസ്റ്റ് കിച്ചൺ. അതിനോട് ചേർന്ന് തന്നെ രണ്ടാമത്തെ അടുക്കളയും കൊടുത്തിട്ടുണ്ട്. നമുക്കത് ഇവിടെ ഒരു ഇതൊക്കെ കൊടുത്തേക്കുന്നത് ഫ്രിഡ്ജ് വെക്കാനുള്ള ഒരു ഏരിയ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം വാഷ് ബേസിന് അതുപോലെ തന്നെ ചിമ്മിനി മറ്റേ യൂണിറ്റ് എല്ലാം നൽകിയിട്ടുണ്ട്. കബോർഡുകളൊക്കെ എല്ലാം നന്നായി തന്നെ നല്ല ഗുണമേന്മയുള്ള മെറ്റീരിയൽ ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. നല്ല ഒരു കളർ, നമുക്ക് ബോറിങ് തോന്നാത്ത രീതിയിലുള്ള ഒരു കളറാണ് നൽകിയിരിക്കുന്നത്. കിച്ചൻ്റെ ഡോർ എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. അതും തേക്കിൻ്റെ തടിയിൽ തീർത്ത് ഗ്ലാസ് വർക്കുകളൊക്കെ ചെയ്തിരിക്കുന്ന ഒരു ഡോറാണ് രണ്ടാമത്തെ കിച്ചണിലേക്ക് ഇറങ്ങുന്നിടത്ത് കൊടുത്തിരിക്കുന്നത്. ഈ ഡോറാണ് അതിമനോഹരമായി തന്നെ ചെയ്തിട്ടുള്ള ഒരു ഡോർ തന്നെ നൽകിയിട്ടുണ്ട്. ഫ്ലോറിംഗ് ആണെങ്കിലും വ്യത്യസ്തമായ ടൈൽ ഉപയോഗിച്ച് നന്നായി ചെയ്തിരിക്കുന്ന ഫ്ലോറിങ്, അതും ആ കബോർഡിനൊക്കെ ചേരുന്ന രീതിയിൽ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഈ സെക്കൻഡ് കിച്ചണിലും നമുക്ക് അത്യാവശ്യം സ്റ്റോറേജ് പ്ലേസ് എല്ലാം നൽകിക്കൊണ്ടാണ് അവിടെ ആ ഒരു വർക്കും ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ കിച്ചണും കഴിഞ്ഞ് നമുക്ക് നേരെ പുറത്തേക്ക് ഇറങ്ങി ഇനി ബെഡ്റൂമുകളൊക്കെ ഒന്ന് കാണാം. ആ വാഷ് ബേസിൻ്റെ താഴെ അത്യാവശ്യം സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. സ്റ്റെയർ കേസിൻ്റെ അടിയിൽ നമുക്ക് ഈ പറയുന്ന സ്ഥലമൊന്നും അങ്ങനെ പോയിട്ടില്ല. ആ ഒരു വർക്ക് അവിടെ ചെയ്തേക്കുന്നതുകൊണ്ട് നമുക്ക് ആദ്യം ബെഡ്റൂമിലൊന്ന് കയറാം. വിശാലമായ ഒരു ബെഡ്റൂമാണ് നമുക്ക് ഇവിടെ നിന്ന് കാണുവാൻ കഴിയുന്നത്. LED ലൈറ്റ് കൊടുത്ത് റൂഫൊക്കെ അത്യാവശ്യം നന്നായി തന്നെ ചെയ്തിട്ടുണ്ട്. ജനാലകളൊക്കെ മിക്കതും തേക്കിൻ്റെ തടിയിലാണ് ചെയ്തേക്കുന്നത്. ഇതൊരു നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുള്ള ഒരു ബെഡ്റൂമാണ്. LED ലൈറ്റുകളും അതുപോലെ തന്നെ കബോർഡും ഒരു ചെറിയ ടേബിളും ഒക്കെ നൽകി. അതോടൊപ്പം തന്നെ ഒരു ഡ്രസ്സിങ് ഏരിയ തന്നെ അവിടെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം സ്റ്റോറേജും കൊടുത്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമാണ്. ഇതൊരു വ്യത്യസ്തമായ രീതിയിൽ തന്നെ ടൈലുകൾ ഡിസൈൻ നൽകി. അതോടൊപ്പം തന്നെ നല്ല വലിപ്പമുള്ള ഒരു ബാത്റൂം തന്നെയാണ്. വാഷ് ബേസിനും നൽകിയിട്ടുണ്ട്. അവിടെ ഒരു മിററിൻ്റെ കുറവ് മാത്രമേ കണ്ടുള്ളൂ. എല്ലാം നല്ല ഗുണനിലവാരമുള്ള മെറ്റീരിയൽ ഉപയോഗിച്ചാണ് ഇത്. സിറായുടെ മെറ്റീരിയലുകളാണ് ക്ലോസറ്റും അതുപോലെ ബാത്റൂം ഫിറ്റിങ്സും കാര്യങ്ങളും എല്ലാം ചെയ്തിരിക്കുന്നത്. എല്ലാം നല്ല ഗുണമേന്മയുള്ള മെറ്റീരിയൽ ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇലക്ട്രിക് വർക്കുകളും എല്ലാം തന്നെ. ഇവിടെയാണ് നമ്മുടെ ആ ഒരു ഡ്രസ്സിങ് ഏരിയ അല്ലെങ്കിൽ ആ ഒരു യൂണിറ്റ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് നമ്മുടെ റൂമിൻ്റെ അത്രയും നമുക്ക് നന്നായി തന്നെ നമുക്കൊരു ബെഡ് ഇട്ട് കഴിഞ്ഞാൽ ലഭിക്കുന്നതാണ്. ഒരു കൺജസ്റ്റഡായിട്ട് നമുക്ക് തോന്നുകയില്ല. അപ്പോൾ നമുക്ക് ആ ഫസ്റ്റ് ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങി രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം. ഇവിടെ നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ഈ ഒരു ലിവിങ് ഏരിയയിൽ നിന്ന് നേരെ നമ്മുടെ ഡൈനിങ് ഏരിയയിൽ അല്ല സ്റ്റെയർ കേസിനോട് ചേർന്ന് തന്നെ രണ്ട് ലിവിങ് ഏരിയയുടെ ഇടയ്ക്കൂടിയാണ് നമ്മുടെ ആ ഒരു ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് പോകുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ ബെഡ്റൂം. ഓക്കെ, ആ മെയിൻ ബെഡ്റൂമിലേക്ക് നമ്മൾ വന്നിരിക്കുന്നത്. അവിടെ കബോർഡ് വർക്കുകൾ, ഇവിടെ 3 പാളിയുടെ കബോർഡാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ വ്യത്യസ്തമായി തന്നെ ജിപ്സം വർക്കൊക്കെ റൂഫ് ടോപ്പ് ചെയ്ത് നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ ഫാൻസി വർക്കുകൾ, അത്യാവശ്യം ലൈറ്റും കാര്യങ്ങളും എല്ലാം, മിഡ് നൈറ്റ് ലൈറ്റുകളും എല്ലാം കൊടുത്തിട്ടുണ്ട്.
ബാത്റൂം ഫിറ്റിങ്സും അതുപോലെ ഇലക്ട്രിക് ഫിറ്റിങ്സും ഒക്കെ നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ളത് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു വ്യത്യസ്തമായ ടൈലാണ് ഇവിടുത്തെ ബാത്റൂമിൽ ഉപയോഗിച്ചിരിക്കുന്നത്. നല്ലൊരു ഗ്രീൻ കളർ, ഞാനോർത്ത് വല്ല ചെടികളൊക്കെയാണ് ആദ്യം പെട്ടെന്ന് ഓർത്തത്, എങ്കിലും നല്ല രീതിയിൽ തന്നെ ആ ഒരു പോർഷൻ ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ വുഡൻ ഡോറാണ് നൽകിയിരിക്കുന്നത്. നമുക്കപ്പം താഴത്തെ ഫ്ലോറിൽ അല്ലെങ്കിൽ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള കാഴ്ചകളൊക്കെ നമ്മൾ ഏകദേശം കണ്ടു കഴിഞ്ഞു. നമുക്കിനി മുകളിലത്തെ നിലയിലേക്കൊന്ന് സ്റ്റെപ്പ് കയറി പതുക്കെ ഒന്ന് മൂവ് ചെയ്യാം. ഇവിടെയും സ്റ്റെപ്പിന് കൊടുത്തിരിക്കുന്ന ഗ്രാനൈറ്റാണ്, അത് നല്ല തിക്നെസ്സിലുള്ള ഗ്രാനൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ലൈറ്റുകളൊക്കെ LED ലൈറ്റുകളൊക്കെ നൽകിയിട്ടുണ്ട് രാത്രി കാലത്ത്. ഇവിടെ നിന്നാണ് ആ വ്യൂ കാണുന്നത്. അവിടെയൊക്കെ വോൾ കൊടുക്കാതെ തന്നെ നല്ല വെളിച്ചവും വെട്ടവും അല്ലെങ്കിൽ കാറ്റും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കാവുന്ന രീതിയിൽ നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കയറി വരുമ്പോൾ തന്നെ നമുക്ക് റൂഫിൻ്റെ ഒരു ഡോറാണ് നമുക്ക് മെയിൻ ഓപ്പൺ ടെറസിലേക്കുള്ള ഡോറാണ് സ്റ്റെയർകേസ് കയറി വരുമ്പോൾ കാണാൻ കഴിയുന്നത്. കൂടാതെ നമുക്ക് നല്ലൊരു കാഴ്ച നമുക്ക് ഇവിടുത്തെ റൂഫ് ടോപ്പ് വ്യൂ ആണ് കാണാൻ പറ്റുന്നത്. റൂഫൊക്കെ നന്നായി തന്നെ ജിപ്സം വർക്കൊക്കെ ചെയ്ത് നല്ല കളർഫുള്ളായിട്ടാണ് നമ്മുടെ ആ ഒരു ലിവിങ് ഏരിയ, മുകളിലത്തെ ആ ഫസ്റ്റ് ലിവിങ് ഏരിയ കാണാൻ കഴിയുന്നത്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ബെഡ്റൂം. ഇത് നമ്മൾ താഴത്തെ ആ നിലയിൽ അതേ ഇതിൽ തന്നെ ചെയ്തിട്ടുണ്ട്. 3 വാളിയുടെയൊക്കെ ഡോറാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. വളരെ നന്നായി തന്നെ ഒരു കളറൊക്കെ കൊടുത്ത് അറ്റാച്ച്ഡ് ബാത്റൂമും അതോടൊപ്പം തന്നെ നേരെ ഇവിടെയും കബോർഡോടൊപ്പം റൂഫ് വർക്കും നന്നായി ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ ആ ഒരു ബാത്റൂമിൻ്റെ ആ ഒരു പോർഷൻ അവിടെ നല്ല കളർ നൽകി. ഇപ്പുറം ഒരു ചെറിയ ഡ്രസ്സിങ് ഏരിയ നൽകിയിട്ടുണ്ട്. അത്യാവശ്യം നമുക്ക് സ്റ്റോർ ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു ഏരിയ ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ആ ബാത്റൂമും ഇവിടെയും വ്യത്യസ്തമായ ടൈൽ ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന ബാത്റൂം ഫിറ്റിങ്സും ഇവിടെ വലിയ കളറെന്ന് പറയാൻ പറ്റത്തില്ലെങ്കിലും മറ്റ് ബാത്റൂമിനെ അപേക്ഷിച്ച് കുറച്ച് കളർ കുറവാണെന്ന് എനിക്ക് തോന്നുന്നു. എങ്കിലും എല്ലാ ഫിറ്റിങ്സും കാര്യങ്ങളും എല്ലാം നൽകി വളരെ മനോഹരമാക്കിയിട്ടിരിക്കുന്ന ഒരു ബാത്റൂമും ഈ ഒരു റൂമിന് അറ്റാച്ച്ഡ് ആയിട്ടുണ്ട്. ഇവിടെ ജിപ്സം വർക്കിന് വലിയ കളറൊന്നും കാണുന്നില്ല, എങ്കിലും കാണുമായിരിക്കും. പക്ഷേ നിലവിൽ ഒരു മിനിമം ആവറേജ് സെറ്റിങ്സിലാണ് പോയിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂം, മുകളിലത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം. മനോഹരമായ ഡോറും അതോടൊപ്പം തന്നെ ഇവിടെ വന്നപ്പോൾ തന്നെ എനിക്ക് പെട്ടെന്ന് തലയിലോട്ട് വീഴാൻ പോകാമെന്ന് തോന്നിയെങ്കിലും സംഭവം പൊളിച്ചിട്ടൊരു സംഭവമാണ്, കിടുക്കൻ സംഭവമാണ്. മുകളിലെ ആ ജിപ്സം വർക്ക് അതോടൊപ്പം തന്നെ ആ വോൾ പെയിൻറ്റ്, ഒറ്റ നോട്ടത്തിലൊരു പിള്ളേർ സെറ്റപ്പ് അടിച്ചു പൊളിക്കാൻ പറ്റുന്ന ഒരു ബെഡ്റൂം തന്നെയാണ്. ആ ഒരു ഡിസൈനും കാര്യങ്ങളും എല്ലാം തന്നെ നോർമൽ ഫിറ്റിങ്സാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. എല്ലാം തന്നെ നല്ല രീതിയിൽ തന്നെ ഇവിടെ ഡ്രസ്സിങ് ഏരിയ അതോടൊപ്പം തന്നെ ഒരു സ്റ്റോറേജ് പ്ലേസ് കൂടാതെ അറ്റാച്ച്ഡ് ബാത്റൂം. അപ്പോൾ 4 ബെഡ്റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട്. ഇവിടെയും വലിയ കളറില്ലാത്ത ഒരു മീഡിയം ടൈപ്പ് ഇതാണ് ഫിറ്റിംഗ് ടൈൽസാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഫിറ്റിങ്സും കാര്യങ്ങളും എല്ലാം തന്നെ വേണ്ട രീതിയിൽ നന്നായി തന്നെ ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ ജിപ്സം വർക്ക് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അതോടൊപ്പം തന്നെ ആ ഒരു റൂമും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നല്ല രീതിയിൽ തന്നെ ആ ഒരു ഏരിയയും കവറായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് 2 ഓപ്പൺ ടെറസ് ഉണ്ട്. ഒന്ന് ബാൽക്കണി, ഫ്രണ്ട് ബാൽക്കണി, ഒന്ന് നമ്മുടെ ബാക്കിലത്തെ ബാൽക്കണി. അതിൻ്റെ ടോപ്പിലേക്ക് കയറാം, പക്ഷേ ഞാൻ കയറിയില്ല. അവിടെയും സ്റ്റെയർ കേസൊക്കെ നൽകിയിട്ടുണ്ട്. ഇവിടെ ഒരു അത്യാവശ്യമായിട്ടൊരു റൂഫ് വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം മഴയൊക്കെ പെയ്യുമ്പോൾ തുണിയൊക്കെ ഉണക്കാനും അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇവിടെ മുഷിയും. റൂഫ് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. ഇത്രയും ഭാഗം നന്നായി തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ടോപ്പിലും ചെയ്യാൻ പറ്റിയാൽ അത്രയും നല്ലത്. ഇവിടുന്ന് നമുക്കൊരു സ്റ്റെയർ കേസാണ് മുകളിലോട്ട് നൽകിയിരിക്കുന്നത്. അത് നല്ല രീതിയിൽ തന്നെ സ്റ്റെയർ കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഏകദേശം നിങ്ങളുടെ എനിക്കൊരു ഐഡിയ കിട്ടിക്കാണും നമ്മുടെ വീടിൻ്റെ. അപ്പോൾ നമ്മുടെ അകത്തേക്ക് പ്രവേശിച്ച് താഴത്തെ നിലയിലേക്ക് പോകാം. ഇനിയിപ്പോൾ ഈ വീടിൻ്റെ ഫ്രണ്ട് ബാൽക്കണിയും കൂടെ നമുക്ക് കാണാം. ഇവിടെ നല്ല ഗ്ലാസ് വർക്കൊക്കെ ചെയ്ത്, ഞാൻ പറഞ്ഞല്ലോ താഴെയും മുകളിലുമായിട്ട് ഗ്ലാസ് ഇത് കൊടുത്തിട്ടുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് നോക്കുവാണെങ്കിൽ അവിടെയും നല്ല രീതിയിൽ തന്നെ നമ്മുടെ വണ്ടിയൊക്കെ കിടക്കുന്നുണ്ടല്ലോ, അവിടെ നിന്ന് ഇനി വീടുകളൊക്കെ അവിടെ ആ വണ്ടി വരുന്നിടത്തുമൊക്കെ വീടുകൾ വരും. അപ്പോൾ നല്ലൊരു ഏരിയ ആയിട്ട് മാറുന്ന ഒരു ഏരിയ, ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ്. ഇഷ്ടംപോലെ വീടുകളാണ് ആ ഒരു ഏരിയ വരുന്നത്. ഈ ഗ്ലാസ്സുകളൊക്കെ തന്നെ എല്ലാം ടെമ്പേർഡ് ഗ്ലാസ്സുകളാണ്. എല്ലാം താഴത്തെ നിലയിലും കയറി നിന്നാലോ അല്ലെങ്കിൽ ഒന്നും പൊട്ടുകയൊന്നും ഇല്ലാത്ത നല്ല 8mm ഗ്ലാസ്സാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം ഇവിടുത്തെ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു. ഇനിയിപ്പോൾ മെയിനായിട്ട് നമുക്ക് കാണുവാനുള്ളത് വേറെ ഒന്നുമല്ല, നമുക്കിതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ തമ്പനെയിലും ക്യാപ്ഷനിലും കൊടുത്തിട്ടാവും. ആരും പറയരുത് ഞാൻ പ്രൈസ് പറയുന്നില്ല. ഇതിൽ വോയിസിൽ കൂടി പറയുന്നില്ലെന്നേ ഉള്ളൂ. തമ്പനെയിലും അതോടൊപ്പം തന്നെ
നമ്മുടെ ക്യാപ്ഷനിലും ഞാൻ പ്രൈസ് കൊടുത്തിട്ടുണ്ടാവും. പിന്നെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ല്, കമൻറ്റ് ചെയ്യാനും മറക്കല്ല്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഈ 500ാമത് വീഡിയോ കഴിയുമ്പോൾ എനിക്ക് ഒരിക്കൽ കൂടി പറയാനുള്ള ഒറ്റ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 500ാമത്തെ വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. ഇതിൻ്റെ പിന്നിൽ വലിയൊരു വർക്ക് നമ്മൾ ചെയ്തിട്ടാണ് ഇത്രയും ഈ 500 വീഡിയോകൾ നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പം നിങ്ങൾ ദയവായി ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾ വീഡിയോ കണ്ടുപോകാതെ നിങ്ങൾ വീഡിയോസ് ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യാനും മറക്കല്ല്. സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അടുത്തൊരു വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൽ അതിൻ്റെ അപ്ഡേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ കുറുപ്പന്തറയെ പറ്റി ഞാൻ കൂടുതൽ പറയേണ്ട കാര്യമില്ല. കുറുപ്പന്തറ മുട്ടുചിറയൊക്കെ അൽഫോൺസാമ്മയുടെ ജന്മസ്ഥലമാണെന്നൊക്കെ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. മുട്ടുചിറ ആശുപത്രിയൊക്കെ വളരെ ഫേമസ് ആശുപത്രിയാണ്. അതുപോലെ തന്നെ കുറുപ്പന്തറ ടൗണും നല്ലൊരു ടൗൺ തന്നെയാണ്. ഇനിയിപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണും വരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.